എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ് ബ്രദർ ടിസൺ തോമസ്. അദ്ദേഹം അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസിയായ അദ്ദേഹം കത്തോലിക്ക സഭയുടെ സഭാചരിത്രങ്ങളും വിശ്വാസ പ്രമാണങ്ങളൊക്കെയും വളരെ സസൂക്ഷ്മം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തിയാണ് ബ്രദർ ടിസൺ. കത്തോലിക്ക സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. എന്നാൽ ഈ ടിസൺ ബ്രദറിന് എന്നോടൊരു വലിയ താല്പര്യക്കുറവുണ്ടായി, ഒരു സ്നേഹക്കുറവ്. ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിന്നിൽ കാണുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്നോടൊരു ചെറിയ സ്നേഹക്കുറവുണ്ടായി. അത് എന്നോടുള്ള ബുദ്ധിമുട്ടല്ല, ഞാൻ പറഞ്ഞ ആശയങ്ങളോടുള്ള എതിർപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഷിബു പീഡിയക്കൽ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് വിശ്വാസം പിന്തുടരുന്ന സഹോദരനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ പുകഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഷിബു പീഡിയക്കൽ എന്ന സ്നേഹിതൻ വളരെ വർഷങ്ങളായി 25 വർഷത്തോളം പെന്തക്കോസ്തൽ സഭയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനും രോഗശാന്തി വരപ്രാപ്തനും കൺവെൻഷൻ പ്രസംഗകനും അന്യഭാഷയിൽ ആരാധിക്കുന്ന വ്യക്തിയും സ്റ്റേജൊക്കെ കുലുക്കി ജനങ്ങളെ ഇളക്കി ഒക്കെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം വരുത്തി, മുടിയും തലമുടിയും താടിയൊക്കെ നീട്ടി വളർത്തി അദ്ദേഹം ഒരു പ്രത്യേകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ മാറ്റി അദ്ദേഹമായിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ ഒരു വ്യക്തി, ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഈ അടുത്ത നാളുകളിൽ ഏതാണ്ട് ഒരു വർഷമായുള്ളൂ ഞാനിങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ പ്രശസ്തനായ വ്യക്തിയല്ല. എന്നെ ഒരു പരിധിയിലുള്ള ആളുകളൊന്നും, കൂടുതൽ ആളുകളൊന്നും സാജു തോമസ് എന്ന വ്യക്തിയെ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് ഷിബു പീഡിയക്കൽ ബ്രദറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ക്രിസ്തീയ സമൂഹത്തിന്, ഓർത്തഡോക്സ് കത്തോലിക്ക പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെപ്പോലെ ഒരു വ്യക്തി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരുവിധമായ ആവശ്യകതകളുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ആശയം എന്ന് പറയുന്നത് പലർക്കും അത് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ പ്രശ്നം വരുന്നത്. പലപ്പോഴും പറയുന്ന ആശയങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ പറയുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ അകത്ത് കാതലായത്, മനസ്സിലാക്കേണ്ടത് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ടിസൺ ബ്രദറിനെ സംബന്ധിച്ച് എനിക്കെതിരെ ടിസൺ ബ്രദർ എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ടിസൺ ബ്രദറിനോട് ഒരു സഹതാപം തോന്നി. എൻ്റെ ഒരു സ്നേഹിതൻ ഇത്ര വയലൻ്റായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിഷയങ്ങൾ വേണ്ട രീതിയിൽ കാര്യഗൗരവത്തോടുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതിൽ ഞാൻ സഹതപിക്കുകയല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിൻ്റെ അത് ചെയ്യാനില്ല. ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഷിബു പീഡിയക്കൽ എന്ന വ്യക്തി പെന്തക്കോസ്റ്റൽ സമൂഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പണ്ഡിതനാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് കാരണം?
അദ്ദേഹം ഷിബു പീഡിക്കലിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം നല്ലതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ട്, അദ്ദേഹം തിയോളജി നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്ന്, ഏത് പ്രതിസന്ധികളിലും ഈ പെന്തക്കോസ്തൽ സമൂഹം നിരന്തരമായി അദ്ദേഹത്തെ ചീത്തയും തെറിയും വിളിച്ചിട്ടും അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും തൻ്റെ വീഡിയോകൾ എല്ലാ ദിവസവും തന്നെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇന്ന് വരെയും തൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കുക അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസംഗകരായിട്ടുള്ള വേദപണ്ഡിതന്മാർ, വേദശാസ്ത്രജ്ഞന്മാർ, അപ്പോളജിസ്റ്റുകളെല്ലാം തന്നെ അവരുടെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തക്ക രീതിയിൽ അത് യൂട്യൂബിൻ്റെ നമ്മുടെ അക്കൗണ്ട് നമ്പറുകളെല്ലാം യൂട്യൂബിൽ അവർ അയച്ചു തരുന്ന ലിങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ അത് 500 കുറച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ അതിൽ നിന്ന് പൈസ ലഭിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പൈസ ലഭിക്കുന്ന ചാനലിനെയാണ് നമ്മൾ മോണിറ്റൈസ് ചെയ്ത ചാനൽ എന്ന് പറയുന്നത്. എന്നാൽ ഷിബു പീഡിയക്കൽ ഇന്ന് വരെയും തൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ വരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിൽ അറിയപ്പെടുന്ന വേദശാസ്ത്രജ്ഞൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പോലും അദ്ദേഹത്തിനും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ജോബി ഹാൽവിന് കിട്ടുന്നുണ്ട്, അനീഷ് കാവാലത്തിന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിലുള്ള പ്രഗത്ഭന്മാരായ പാസ്റ്റർമാർക്കൊക്കെയും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന ആശയം എന്താണ്? ഈ ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പെന്തക്കോസ്തൽ സമൂഹം ഉപയോഗിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരധ്യാപകനെ പ്രിൻസിപ്പാൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു അധ്യാപകനെ തരുമ്പോൾ ആ അധ്യാപകനെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അധ്യാപകനുള്ളിലുള്ള അറിവുകളെ വിദ്യാർത്ഥികൾ വളരെ അധികം അദ്ദേഹത്തോട് ചേർന്നിരുന്ന് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിലുള്ള അറിവുകൾ നമ്മൾ പകർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ പറഞ്ഞു വരുന്ന ആശയം. അപ്പോൾ ഇന്നിപ്പം ഒരു കമൻറ്റ്, ഒരു പെന്തിക്കോസുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പെന്തിക്കോസുകാരിയുടെ ഒരു കമൻറ്റ് വന്നു, എന്നെ എഴുതി ചോദിക്കുകയാണ്, എന്തിനാണ് സഭാചരിത്രം ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് 4 വചനം പറയാൻ മേലെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു നോർമൽ പെന്തക്കോസ്തുകാരൻ്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വായി തോന്നിയത് പറഞ്ഞിട്ട് പോകുക, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ് അവർക്ക് താല്പര്യം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പാസ്റ്റർമാർ ആരാണ്? വചനം പറയാത്തവരും ഈ വളിപ്പടിക്കുന്നവർക്ക് മാത്രമേ ഡിമാൻഡുള്ളൂ. വചനം സത്യസന്ധമായി കൃത്യമായി പറയുന്ന ഒരു പാസ്റ്ററെയും ഇന്ന് ആർക്കും വേണ്ട. ഒരു കൺവെൻഷൻ ആയിക്കൊള്ളട്ടെ, ചർച്ചിലെ ഒരു മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, വരുന്ന ഒരു പാസ്റ്റർ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റു പാസ്റ്ററെ അല്ലെങ്കിൽ മറ്റു പാസ്റ്ററുടെ ഭാര്യയെ അല്ലെങ്കിൽ മറ്റ് പലരെയും കുറ്റം പറയുകയും അവരുടെ വസ്ത്രധാരണത്തെ കുറ്റം പറയുകയും അവരുടെ വേഷങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകളെ മാത്രമേ ഇന്ന് താല്പര്യമുള്ളൂ. ആ ഒരു നിലവാരത്തിലേക്ക് വന്നു. ഇതാണ് ഞാനീ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ലൊരു റിസോഴ്സ് പേഴ്സണാണ്.
അദ്ദേഹത്തിന് അറിവുകളുണ്ട്, അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യത്തെ അദ്ദേഹം പെന്തക്കോസ്തലായിരുന്നു നിന്നിരുന്നതെങ്കിൽ പെന്തക്കോസ്തൽ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു. ഇന്ന് അദ്ദേഹം ഓർത്തഡോക്സിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേദപുസ്തകം കൃത്യമായി വിശകലനം ചെയ്യാൻ സാധ്യമല്ല. ഇനി അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ പോലും അവർ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടേ സംസാരിക്കുകയുള്ളൂ, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഓർത്തഡോക്സിൽ നിന്ന് ഈ പെന്തക്കോസ്തലിൽ നിന്ന് പോയി ഓർത്തഡോക്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തൽ സമൂഹം അദ്ദേഹത്തിന് ഒരു ശത്രുവായി മാറി. ആ ശത്രുവായി മാറിക്കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തൽ ശരിയല്ല, പെന്തക്കോസ്തൽ ഉപദേശം ശരിയല്ല, പെന്തക്കോസ്തൽക്കാർക്ക് ബൈബിൾ പഠിക്കാനായിട്ടുള്ള അർഹതയില്ല, പെന്തക്കോസ്തുകാർക്ക് ക്രിസ്ത്യാനികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിബു പീഡിയക്കൽ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന് സത്യം അറിയത്തില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ടിസൺ ബ്രദറിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് ടിസൺ ബ്രദറിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. സുഹൃത്തെ, താങ്കൾ നിൽക്കുന്ന കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയ്ക്ക് ക്രിസ്തീയ വിശ്വാസം ഇല്ല എന്ന് താങ്കൾക്ക് കൃത്യമായിട്ടറിയാം. കത്തോലിക്ക സഭ ഒരിക്കലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്ന സഭയല്ല എന്നും താങ്കൾക്കറിയാം. കാരണം ഒരു ഹൈന്ദവ മതവും കത്തോലിക്ക മതവും തമ്മിൽ യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എനിക്ക് ഹൈന്ദവ മതത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇസ്ലാം മതത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. എന്താണ് താരതമ്യം ചെയ്യുന്നത്? ഹൈന്ദവ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയുണ്ട്, അത് കത്തോലിക്ക സഭയിലുമുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിൽ ദേവിയുണ്ട്, ദേവനുണ്ട്, അത് കത്തോലിക്ക മതത്തിലുമുണ്ട്. ദേവനുമുണ്ട്, ദേവിയുമുണ്ട്. അവിടെയും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുണ്ട്. ഇവിടെയും കത്തോലിക്ക സഭയിലതുണ്ട്. ഹൈന്ദവ ചിന്താഗതി അനുസരിച്ച് പാപത്തിൽ നിന്ന് പുണ്യം ലഭിക്കണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. ഈ 12 ജ്യോതിർലിംഗങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു അനുഭൂതി ലഭിക്കും. ഈ വിശ്വാസ രീതി കത്തോലിക്ക സഭയിലുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാവിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് വേളാങ്കണ്ണിയിലിരിക്കുന്ന മാതാവ്. അതുകൊണ്ട് വേളാങ്കണ്ണിയിലുള്ള ഒരു തീർത്ഥയാത്രയുണ്ട്. വേളാങ്കണ്ണിയിൽ തീർത്ഥയാത്രയുള്ളത് കൊണ്ട് വേളാങ്കണ്ണിക്ക് ആളുകൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. കുറവലങ്ങാടിരിക്കുന്ന മാതാവിന് ശക്തിയുണ്ട്, പക്ഷേ അടിമാലിയിലിരിക്കുന്ന മാതാവിന് ശക്തി കുറവാണ്. അപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ അമ്പലങ്ങൾ തോറും അവർ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുന്ന പോലെ കത്തോലിക്ക സഭയും ചെയ്യുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർക്കും താലികെട്ടുണ്ട്, കത്തോലിക്ക അവർക്കും താലികെട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിൽ നിലവിളക്ക് കത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലും നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൈകുന്നേരം അവർ ദീപാരാധന നടത്തുന്നു, അവർ വിളക്ക് കത്തിക്കുന്നു. ആ വിളക്ക് കത്തിക്കൽ കത്തോലിക്ക പള്ളിയിലുമുണ്ട്. ഹൈന്ദവർ അവരുടെ ദേവനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. ആ പ്രദക്ഷിണം കത്തോലിക്ക സഭയിലുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ദൈവങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ ഭഗവാൻ ശിവനെയും വിഷ്ണുവിനെയും അതുപോലെ ശിവനെയും ആരാധിക്കുന്നു, കൃഷ്ണനെ ആരാധിക്കുന്നു. 33 കോടി ദേവീ ദേവന്മാരുണ്ട്, അതവരുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പേരിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അവിടെ
വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനും എന്നും കൃഷ്ണനെന്നും രാമനെന്നും പറയുമ്പോൾ ഇവിടെ ആ പേരിന് വ്യത്യാസം വന്നു. യേശുവെന്നും ഔസേപ്പ് പിതാവെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ടിസൺ ബ്രദർ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സാജു തോമസിന് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ, ഈ സത്യങ്ങളെല്ലാം താങ്കൾ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ബൈബിൾ പണ്ഡിതൻ എന്ന നിലയ്ക്ക്, ബൈബിൾ പഠിച്ച വ്യക്തി എന്ന നിലയ്ക്ക്, സഭാചരിത്രം പഠിച്ച വ്യക്തി എന്ന നിലയ്ക്ക്, മാർപ്പാപ്പമാരുടെ ജീവചരിത്രങ്ങൾ പഠിച്ച വ്യക്തി എന്ന നിലയ്ക്ക്, ഇതും ക്രൈസ്തവ സഭയും തമ്മിൽ എന്താണ് ബന്ധം? യാതൊരു ബന്ധവുമില്ല. കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭയും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ടിസൺ ബ്രദർ ശക്തമായി ഇങ്ങനെ ഇറങ്ങി വന്ന് എന്നെക്കെതിരെ സംസാരിക്കുമ്പോൾ, താങ്കൾക്കിതെല്ലാം അറിയാം. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്ന അപ്പോസ്തലന്മാർ യേശു ക്രിസ്തു കാണിച്ചതോ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതോ ആയിട്ടുള്ള മാതൃകയല്ല കത്തോലിക്ക സഭ പിന്തുടരുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഒരു കാര്യമെങ്കിലും ഈ കത്തോലിക്ക സഭ തീർച്ചയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ടിസൺ ബ്രദറിന് പറയാം. പിന്നെ ഒരു സംവാദത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് അലറിക്കൂവി വയലൻ്റായി പ്രഷർ കൂട്ടിയതുകൊണ്ട് കാര്യമില്ല. ചോദിക്കുന്ന കാര്യം കൃത്യമായി തന്നെ പറയണം. എൻ്റെ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ടിസൺ ബ്രദറിനോട്, കത്തോലിക്ക സഭയുടെ ഒരു പ്രഗത്ഭനായ വേദപണ്ഡിതൻ എന്ന നിലയ്ക്ക് താങ്കളോട് എൻ്റെ ഒരു ചോദ്യം, കത്തോലിക്ക സഭ ക്രൈസ്തവ സഭയാണോ? ക്രിസ്തുവുമായി കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കർത്താവ് രണ്ട് ചോദ്യം ചോദിച്ചു. കത്തോലിക്ക സഭ ക്രൈസ്തവ സഭയാണോ? ചോദ്യം 1. 2 ചോദ്യം, കത്തോലിക്ക സഭയ്ക്ക് ക്രിസ്തീയതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്തത് 3ാമത്തെ ചോദ്യം, കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കൽപ്പന കത്തോലിക്ക സഭയിൽ പാലിക്കുന്നുണ്ടോ? ചോദ്യം 4, അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു മാതൃക ഇന്ന് കത്തോലിക്ക സഭയിലുണ്ടോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും 5 അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിത ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ അന്നും ഇന്നും എന്നും പറയും, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പെന്തക്കോസ്തൽ വിശ്വാസമാണ്. അതിന് പെന്തോ എന്നോ പെന്തിക്കോസ് എന്നോ ഒന്നും പറഞ്ഞ ആളുകളെ കളിയാക്കിയിട്ട് കാര്യമില്ല. പെന്തക്കോസ്തൽ പാസ്റ്റർമാർ അല്ലെങ്കിൽ പെന്തക്കോസ്തൽ വിശ്വാസികൾ സാജു തോമസ് എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഞാനൊരു ശുദ്ധ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തീയ വിശ്വാസം പെന്തക്കോസ്തൽ വിശ്വാസവുമാണ് അതിൻ്റെ ശരിയായ വിശ്വാസം. അപ്പോൾ പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു പെരുന്നാളാണ്. അന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുന്നത്. അതിനുശേഷം പിന്നീടുണ്ടായ സഭകളെ പെന്തക്കോസ് സഭകളെന്നൊന്നും അല്ല അറിയപ്പെട്ടത്. ഓരോ സ്ഥലത്തുള്ള സഭകളെ ഗലാത്യ സഭ, എഫേസ്യ സഭ, ഫിലിപ്പിയ സഭ, റോമാ സഭ എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ ചോദ്യം ഇതാണ്, പെന്തക്കോസ്തൽ വിശ്വാസമാണോ യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതുമായി യോജിച്ച് നിൽക്കുന്നത്, അതോ കത്തോലിക്ക വിശ്വാസമാണോ എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ടിസൺ ബ്രദറിനുണ്ട്. അല്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണം. ചുമ്മാ വന്ന് നിന്നിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു പറഞ്ഞിട്ടില്ല. വെല്ലുവിളിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ടിസൺ ബ്രദർ തുണി പറിച്ച് തലയെ കെട്ടുന്ന രീതിയിലുള്ള ദേഷ്യമാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടൊരു കാര്യമുണ്ടോ? ശരീരം ചൂടായിട്ട് കാര്യമുണ്ടോ? ശരീരം ചൂടായിട്ട് കാര്യമില്ല. പറയുന്ന ആശയം ഞാൻ കൃത്യമായി 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ചങ്കുറപ്പുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ. ഇതാണ് ഞാനീ പറഞ്ഞു വന്നേ. അല്ലാതെ സാജു തോമസ് ഷിബു പീഡിയക്കലിനെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തു, ഷിബു പീഡിയക്കലിനെ പ്രൊമോട്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഷിബു പീഡിയക്കലിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹം ഓൾറെഡി പ്രൊമോട്ട് ആയിട്ടിരിക്കുന്ന ആളാണ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്.
ലോകം അറിയുന്ന വ്യക്തിയാണ്, ആളുകൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ചെറിയ വ്യക്തി, ഞാനൊരു പ്രശസ്തനല്ല. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രയേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, എൻ്റെ വീഡിയോകൾ അത്രയും പേരെ കാണുന്നുള്ളൂ, ഞാനൊരു പ്രശസ്തനല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് വിടേണ്ട യാതൊരു വിധമായ ആവശ്യകതകളുമില്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഷിബു പീഡിയക്കലിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ്? ഷിബു പീഡിയക്കൽ ബ്രദർ പറഞ്ഞു യഹോവ എന്താണ് ദൈവമല്ല. ഞാൻ അതിനെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വിശ്വാസത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ ചിന്താഗതികളുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കൊരാളുടെ ആശയങ്ങൾ കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഇന്നലെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മിസ്റ്റർ സാജു വി തോമസ് ആണോ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അദ്ദേഹം ശരിക്കും അംബേദ്കറിൻ്റെ ഒരു അനുകൂലിയാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് വളരെ ശക്തമായി വാദിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഇവിടെ ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല, പാതിരിമാരെല്ലാം മതം മാറ്റി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഇന്ന് ഈ ആളുകളെല്ലാം, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ ആളുകളെല്ലാം യഥാർത്ഥമായി വിദ്യാഭ്യാസം നേടിയത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇന്ത്യയിൽ വന്നുള്ള അവരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് തിരിച്ചറിയുക. ആദ്യം എഴുതാനും വായിക്കാനും പഠിച്ചത് ഈ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന പുസ്തകം ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി, ഇത് ഡോക്ടർ ബാബു കെ വർഗീസ് എഴുതിയ പുസ്തകമാണ്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ഈ സഭാചരിത്രം പഠിപ്പിക്കുന്ന ശേഷം ഈ പുസ്തകത്തിൽ നിന്നാണ് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഭാഷയുണ്ടായത്, നിഘണ്ടു ഉണ്ടായത്, പത്രങ്ങളുണ്ടായത്, എഴുത്തും വായന ഉണ്ടായത്, ഇതെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയാണ്. അച്ചടി യന്ത്രം തന്നെ കണ്ടുപിടിച്ചത് ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പൈങ്കിളി സാഹിത്യം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ബൈബിൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അച്ചടി വിദ്യ പോലും കണ്ടുപിടിക്കപ്പെട്ടത്. ഇന്ന് ബൈബിൾ ഓരോ വ്യക്തികളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് റോമാ മതത്തിൻ്റെ അടിമത്തത്തിൽ ആരും നിൽക്കാതെ സ്വർഗരാജ്യത്തിൽ പോകണം, ക്രിസ്തുവിൻ്റെ വചനം കാത്തു സൂക്ഷിക്കണം എന്നുള്ളവരെല്ലാം ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ഈ അംബേദ്കറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നോട് വലിയ തർക്കമൊക്കെ നടത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കാതെ മറു സൈഡിൽ കൂടെ ഒന്ന് നോക്കണം. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന ആശയം മാത്രമാണ് ശരി, മറ്റാരും പറയുന്ന ആശയങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടും കൂടെ മാറി ഒന്ന് വീക്ഷിക്കണം. ഒരു കണ്ണിലൂടെ അല്ല വീക്ഷിക്കേണ്ടത്, ഒരു കോണിലൂടെയല്ല വീക്ഷിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് ഈ കാണുന്ന ഭാരതത്തിലുള്ള SC ST അതുപോലെയുള്ള ആളുകൾക്ക് ഇന്ന് വിദ്യാഭ്യാസം ലഭിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? കാരണമെന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്, ഇത് ശരിയാണ്, മറ്റത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അങ്ങ് പോയി. ഞാൻ ടിസൺ ബ്രദറിനോട് ചോദിക്കുന്ന ചോദ്യം, ഈ ലോകം മുഴുവൻ ബൈബിൾ പ്രചരിപ്പിക്കപ്പെട്ടു. ബൈബിൾ പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വായിലൂടെ വന്ന വചനം എന്ന് പറഞ്ഞാൽ ദൈവിക ശ്വാസീയമാണ്. ഈ വചനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തപ്പെട്ടപ്പോൾ മനുഷ്യനിത് കണ്ണു തുറന്ന് കണ്ടു. കത്തോലിക്ക സഭയിലുള്ളവർ ബൈബിൾ വായിക്കുന്നില്ല. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം,
കത്തോലിക്ക സഭയിലുള്ളവർ ബൈബിൾ വായിക്കാറില്ല, പള്ളിയിൽ ബൈബിൾ വായിക്കാറില്ല. കുർബാന എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രം നടത്തി അവർ പിരിഞ്ഞു പോകാറുള്ളൂ. ഒരു കത്തോലിക്ക പള്ളിയിലും ബൈബിൾ തുറന്ന് വായിച്ച ഒരു പ്രസംഗം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല ഞങ്ങളുടെ അടുത്തുള്ള പള്ളികളിൽ. അല്ലെങ്കിൽ ചലഞ്ച് ചെയ്ത് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ടിസൺ ബ്രദറിനോട്, കത്തോലിക്ക പള്ളിയിൽ ബൈബിൾ വായിക്കാറുണ്ടോ? കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാർക്ക് ബൈബിൾ തുറന്ന് പ്രസംഗിക്കാൻ അറിയാമോ? കത്തോലിക്ക പള്ളിയിലെ ബിഷപ്പുമാർ മുതൽ മാർപ്പാപ്പ വരെയുള്ളവർക്ക് ബൈബിളിൽ നിന്നൊരു വാക്യമെടുത്ത് വായിച്ച് വിവരിക്കാൻ കെൽപ്പുണ്ടോ, കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇതെന്തേലും വന്ന് പറഞ്ഞ് ചൂടായി ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി പോയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ടിസൺ ബ്രദർ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അച്ഛൻ ബൈബിളിൽ ഒരധ്യായം എടുത്ത് വായിച്ച് വിവരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ പുരോഗമിക്കപ്പെട്ടു എന്ന് പറയും. ഇന്ന് വരെ പള്ളി പെരുന്നാളിനായിക്കൊള്ളട്ടെ, കുർബാനയ്ക്കായിക്കൊള്ളട്ടെ, മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ധ്യാന പ്രോഗ്രാമുകളിലായിക്കൊള്ളട്ടെ, ബൈബിൾ തുറന്ന ഒരക്ഷരം വായിച്ച് അത് വിവരിക്കാൻ അറിയത്തില്ലാത്ത ആളുകളാണ് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളും ഭൂരിഭാഗം വൈദികരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത് വെറും പാരമ്പര്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അതിന് എന്നോട് ചൂടായിട്ടോ നാളെ എന്നെ കണ്ട തിന്നാൻ വന്നിട്ട് കാര്യമില്ല, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതിൽ നിന്ന് മെച്ചമാണ് ഓർത്തഡോക്സുകാരും മാർത്തോമാക്കാരും യാക്കോബായക്കാരും. അവർ ബൈബിൾ വായിക്കാറുണ്ട്, ബൈബിൾ നിന്ന് പ്രസംഗിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എൽദോസ് കൂറ്റപ്പാല എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അവരൊക്കെ ബൈബിൾ വായിച്ച് പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ ടിസൺ ബ്രദറിനോട് എൻ്റെ ചോദ്യം, കത്തോലിക്ക സഭയിലുള്ള വൈദികന്മാർ ആരെങ്കിലും ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാറുണ്ടോ? എൻ്റെ ചോദ്യമാണ്, ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാറുണ്ടോ? അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു? ദൈവീക പദ്ധതിയാണ്. എന്ത്? ബൈബിൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ചടി വിദ്യ പോലും കണ്ടുപിടിക്കപ്പെട്ടത്. കാരണം ഒരു കാലത്ത് ഖുറാൻ ആർക്കും അമുസ്ലിങ്ങൾക്ക് ഖുറാൻ ലഭിക്കില്ലായിരുന്നു. അവരുടെ ഖുറാൻ അവരാരെയും കാണിക്കില്ലായിരുന്നു. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. ബൈബിളിനൊന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യകതയില്ല. ബൈബിൾ എന്ന് പറയുന്നത് ആർക്കും വായിക്കാം. അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും മുസ്ലിമായാലും ജൈനനായാലും പാർസി ആയാലും. ഇങ്ങനെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബൈബിൾ കൊണ്ടുവന്ന് ഓരോ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു മിഷണറിമാർ. ഒരു ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രൈസ്തവനായാലും ആർക്കായാലും ബൈബിൾ കൊണ്ട് കൊടുക്കും, പുതിയ നിയമം. അത് വായിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കത്തോലിക്ക സഭയിൽ നിൽക്കില്ല. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം. ഈ ചലഞ്ച് ഞാൻ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. ടിസൺ ബ്രദർ പറയുന്നത് സാജു തോമസ് വെല്ലുവിളികൾ സ്വീകരിക്കില്ല. ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കത്തോലിക്ക മതവിശ്വാസി മനസ്സിരുത്തി വായിച്ചാൽ അവൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കുകയില്ല എന്ന് ഞാൻ എഴുതി ഗ്യാരണ്ടി ചെയ്ത് ഒപ്പിട്ട് തരാം. കാരണം ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും ടിസൺ ബ്രദർ വായിച്ചിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോഴും ഈ കത്തോലിക്ക മതത്തിൽ നിൽക്കുകയില്ലായിരുന്നു. ഇതൊരു മതമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു കത്തോലിക്ക വിശ്വാസി ഇത് വായിച്ചാൽ അവൻ അതിൻ്റെ അകത്ത് നിൽക്കില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഇത് വായിച്ചിട്ടുള്ളവൻ ഇതിൻ്റെ അകത്ത് നിൽക്കില്ല. കാരണം ഇത് വായിച്ചു കഴിയുമ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റും ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ദൈവീകമല്ല. അതിൻ്റെ അകത്ത് ദൈവീകമായ ഒരാശയങ്ങളുമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്ന് സാജു തോമസിനോട് ദേഷ്യപ്പെട്ടിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല. സ്നേഹിത, താങ്കളും ഈ വിശ്വാസത്തിലേക്ക് വരിക. വന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് കഴിയുമെങ്കിൽ ഒരു സുവിശേഷകനായി താങ്കളറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പഠിപ്പിക്കുക, പറയുക.
അല്ലാതെ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം. അപ്പോൾ ഷിബു പീഡിക്കൽ ബ്രദറിൻ്റെ ആശയങ്ങളോട് പലതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ ആ വിഷയത്തൊക്കെ ഖണ്ഡിച്ച് സംസാരിക്കും. പലരും ചോദിച്ചു, എന്നാൽ പിന്നെ താങ്കൾക്ക് ഖണ്ഡിക്കാൻ പാടില്ലേ? ഞാൻ ഖണ്ഡിക്കും, ഖണ്ഡിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. എന്താണതിന് സംശയം? ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സസൂക്ഷ്മം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി 1 വർഷമേ ആയുള്ളൂ. ഞാൻ വലിയൊരു സംവാദ രംഗങ്ങളിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പെന്തക്കോസ്തൽ വിശ്വാസമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ കഴിയും. കാരണം അതാണ് സത്യം. നമ്മുടെ ബഹുമാനപ്പെട്ട കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവൽ ബ്രദർ ഘോരം പെന്തക്കോസ്തൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട്, തൃത്വം തെളിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തൃത്വമേ തെളിയിക്കാൻ പറ്റുള്ളൂ. തൃത്വമല്ലാതെ മറ്റൊന്നും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിൻ്റെയാണ് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ദൈവത്തെക്കുറിച്ച് തെളിയിക്കാൻ സാധ്യമല്ല. അതേ തെളിയിക്കാൻ പറ്റുള്ളൂ. സാമുവൽ ബ്രദർ ചോദിക്കുന്ന തൃത്വം തെളിയിക്കാൻ പറ്റുമോ? 100% തെളിയിക്കാൻ പറ്റും. തൃത്വമാണ് ശരി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം, അതാണ് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാർക്ക് സാധ്യമല്ല. പിന്നെ മുട്ടായിക്തി പറഞ്ഞ ആർക്കും രക്ഷപ്പെടാം ഇല്ലേ? മുട്ടായിക്തി ആർക്കും പറയാം. ഒരു കാര്യം പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായി അംഗീകരിക്കാൻ പഠിക്കണം. കത്തോലിക്ക സഭയുടെ വിഗ്രഹാരാധനയെക്കുറിച്ച് ഞാൻ ശക്തിയുക്തം പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല. അത് വെറും ഐക്കണുകൾ മാത്രമാണ്. എന്തിനായി ഐക്കൺ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഐക്കൺ ഉണ്ടാക്കി വെക്കാൻ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചോ ഇങ്ങനെ ഐക്കൺ ഉണ്ടാക്കി വെക്കാൻ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത് സഭ. പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ ഉറച്ച വിശ്വാസത്തിന്മേൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞോ, ഞാൻ പോയതിന് ശേഷം എൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ഇവിടെ വെക്കണമെന്ന്? അല്ലേ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചോ? ഇതൊക്കെ കാലാകാലങ്ങളിൽ സംതൃപ്തി അടയാതെ വരുമ്പോൾ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കുറേ വേഷങ്ങൾ മാത്രമാണ്. ഇന്ന് പെന്തക്കോസ്തൽ സഭയിലാണെങ്കിലും ഇന്ന് ക്യാബറെ ഡാൻസിനെ വെല്ലുന്ന ഡാൻസുകളാണ്. ലൈറ്റ് വിടുന്നു, പുകയടിക്കുന്നു, ഓളമുണ്ടാക്കുന്നു, അലറുന്നു, കൂവുന്നു. പല ന്യൂ ജനറേഷൻ ചർച്ചകളാണ്. ഇതൊന്നും ക്രൈസ്തവമല്ല, ദൈവികമല്ല. അത് അവർക്ക് ഓരോന്ന് ചെയ്തിട്ട് തൃപ്തി വരാഞ്ഞിട്ട് അലറി കൂവി കാണിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ഓരിടത്തും അലറി കൂവിയിട്ടില്ല. നിങ്ങൾ പഠിക്കണം. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മലയിൽ അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറിയിരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. തിരുവായി മൊഴിഞ്ഞ് അവൻ ഉപദേശിച്ചതെന്തെന്നാൽ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അവിടെ ഒരു വലിയ പ്രസംഗമല്ല കർത്താവ് നടത്തിയത്. ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. അവിടെ അലറിക്കൂവിയ പ്രസംഗങ്ങളല്ല, അവിടെ ഇതുപോലെയുള്ള അഭ്യാസ പ്രകടനമൊന്നുമില്ല. ശാന്തമായ രീതിയിൽ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസംഗമായി അത് മാറിയിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കി. ഇന്ന് സംതൃപ്തിയില്ലാത്തവന്മാർ സ്റ്റേജുകളിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പരിശുദ്ധാത്മാവിൽ വരുന്നത് പോലെ പ്രാവുകൾ ചിറകടിക്കുന്ന പോലുള്ള സൗണ്ടൊക്കെ ഇട്ട് തുള്ളി ചാടി മറിഞ്ഞ് തലമുടിയൊക്കെ അഴിച്ചിട്ട് മൈക്കൽ ജാക്സൻ്റെ ഡാൻസിനേക്കാൾ വെല്ലുന്ന ഡാൻസുകളാക്കി മാറ്റി. ഇത് ദൈവീകമല്ല, ഇത് പൈശാചികമാണ്. എനിക്കിതൊക്കെ പലരുടെയും മീറ്റിങ്ങുകളെക്കുറിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ പറയാത്തത് ഈ പെന്തക്കോസ്തൽകാർ പോലും ഈ പറയുന്ന കാര്യം അംഗീകരിക്കുന്നില്ലല്ലോ.
അവരും അന്ധകാരത്തിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നല്ലോ. പലരും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇതിവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ദൈവിക വിശ്വാസം ഇന്ന്, ക്രൈസ്തവ വിശ്വാസം എന്ന ജാതികളുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നു. വെറും കൊട്ടും കൊരവയായി മാറിയിരിക്കുന്നു. വെറും ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ കിടന്ന് ചുമ്മാ ഒരു ഈ മൈക്കിൾ ജാക്സൻ്റെ, ലേഡി ഗാഗയുടെ, സാക്കീറയുടെയൊക്കെ ഡാൻസ് പോലെ ഒരു കൂത്ത് കാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ ദൈവീകതയുണ്ടോ? 1% പോലുമില്ല. ദൈവിക പ്രവൃത്തിയുണ്ടോ? 1% പോലുമില്ല. ദൈവത്തിന് ഇതൊന്നും, ദൈവം ഇത് ആഗ്രഹിക്കുന്നുമില്ല. ഇതൊന്നും ദൈവികവുമല്ല. പിന്നെ മനുഷ്യൻ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ശക്തി പോലെയായി കുറേ ആളുകളെ വളച്ചുകൂട്ടി എന്ത് ചെയ്തിരിക്കുന്നു? അവരൊരു സംവിധാനമായി മാറിയിരിക്കുന്നു. അവർ 10 ആടുകളെ വളർത്തുന്നു. 10 ആടുകളെ വളർത്തുന്നവൻ അതിനെ കറന്ന് പാല് കുടിക്കുന്നു. അവന് കുടിച്ച് ബാക്കിയുള്ള പാൽ അവൻ വിൽക്കുന്നു, അതിൻ്റെ പൈസ മേടിക്കുന്നു, അരി മേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഓരോ ആളുകൾ കുറേ ആളുകളെ വളച്ചുകൂട്ടി വെച്ചിട്ട് പാല് കറന്നു കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ചൂഷണം ചെയ്ത് ദശാംശം വിഴുങ്ങുന്നു. അത് ബാക്കിയുള്ള പൈസ കൊണ്ട് അവർ ധാരാളിത്തം കളിക്കുന്നു, ബെൻസ് കാറിൽ നടക്കുന്നു, വലിയ വലിയ കുപ്പായങ്ങളും കോട്ടുകളും ഇട്ട് നടക്കുന്നു. ഇത് ദൈവീകമല്ല. ഇതും ദൈവവുമായി യാതൊരു ബന്ധവുമില്ല സുഹൃത്തെ. അത് ആദ്യം തിരിച്ചറിയുക. ഈ പെന്തക്കോസ്റ്റൽ സഭയിലും ഒരു നവീകരണം ആവശ്യമാണ്. ഇത് ഞാൻ പറയുമ്പം പെന്തക്കോസ്റ്റലെ ആളുകളെല്ലാം കൂടെ പറയും, സാജു തോമസ് അവിടെ ഇരുന്ന് പറയുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് പലതും പറയാത്തത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഡിസംബറും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞേ, നമ്മൾ എന്താണ് ദൈവികം, എന്താണ് ദൈവം, ദൈവം എന്താണ് മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇത്ര സിമ്പിളായിട്ട് കാര്യമുള്ളൂ. ഞാനൊരു സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ഒരപ്പനാണ്, ഒരമ്മയാണ്. നിങ്ങൾക്ക് 2 മക്കളുണ്ടായി, അല്ലെങ്കിൽ 3 മക്കളുണ്ടായി. ഈ മക്കൾ എങ്ങനെ നടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറ. അതുപോലെ തന്നെയാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ മക്കളായ മനുഷ്യരെ, തൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ മേലെല്ലാം അധികാരം കൊടുത്ത്, സകലത്തിൻ്റെ മേൽ അധികാരം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവത്തോട് വിധേയപ്പെട്ടവനായി ജീവിക്കണം, ദൈവത്തോട് സംസർഗം ഉണ്ടായിരിക്കണം, ദൈവീക കൽപ്പനകൾ അനുസരിക്കണം. എൻ്റെ ചോദ്യം, നിങ്ങളുടെ മക്കൾ കള്ളു കുടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പറ. ഇല്ല. ആ ദൈവവും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞെന്താണ്, ഒരപ്പൻ എങ്ങനെയാണോ അതാണ് ദൈവം. ഒരപ്പൻ്റെ സ്വഭാവം എന്താണോ, ഒരപ്പൻ തൻ്റെ മക്കളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു. നമ്മൾ ഒരുപാട് തിയോളജി ഒന്നും പഠിക്കേണ്ട. വേണ്ടേ, ദൈവശാസ്ത്രവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട, ഇത് ദൈവശാസ്ത്രം, വേണ്ടേ, ദൈവശാസ്ത്രം, എം പി ചാക്കോ സാറിൻ്റെ ദൈവശാസ്ത്രം, ഇവിടെ എല്ലാം പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. വേണ്ട, ഇവിടെയൊക്കെ പുസ്തകം ഇരിപ്പുണ്ട്. ഞാൻ ഡൽഹിയിൽ പോയി കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ? പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. പക്ഷെ ഒരു മനുഷ്യന് ദൈവത്തെ അറിയാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു? എൻ്റെ മകൻ എന്നെ സ്നേഹിക്കണം, അതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൻ മദ്യപാനിയാകരുത്, എൻ്റെ മകൻ ഒരു വ്യഭിചാരിയാകരുത്, എൻ്റെ മകൻ ഒരു വെറുക്കൂത്തുകാരനാകരുത്, എൻ്റെ മകൻ ഒരു കള്ളനാകരുത്, എൻ്റെ മകൻ ഒരു കൊള്ളക്കാരനാകരുത്, എൻ്റെ മകൻ പല പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്, അല്ലേ? എൻ്റെ മകൻ അധ്വാനിക്കുന്നവനായിരിക്കണം, അവൻ അധ്വാനിച്ച് പണം കൊണ്ടുവന്ന് വീട്ടിൽ ചിലവഴിക്കുന്നവനായിരിക്കണം. ഇതൊക്കെയല്ലേ ഒരു മാതാപിതാവിനും. എന്നെ നോക്കണം, ഇല്ലേ? എന്നോർത്തിട്ട് ദൈവത്തെ നോക്കണമെന്നല്ല പറഞ്ഞത്. ഒരപ്പൻ എങ്ങനെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. അപ്പോൾ നിങ്ങൾ പിതാവിനോട് അപേക്ഷിപ്പിൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ദൈവത്തെ കണ്ടെത്താൻ ഒരുപാട് തിയോളജി ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ നമ്മുടെ മക്കളെ ശിക്ഷിക്കും, ശാസിക്കും, വഴക്ക് പറയും. ഒരല്പം താമസിച്ച് വീട്ടിൽ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എവിടെ പോയതായിരുന്നു?
ഒരു മകൻ അപ്പൻ്റെ അടുത്ത് വന്നിരിക്കണം എന്ന് അപ്പൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവവും മനുഷ്യൻ ദൈവത്തോട് സമ്പർക്കം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ കൂടുതൽ വലിയ തിയോളജി ഒന്നും പഠിക്കണ്ട. ആ മനുഷ്യൻ ഇന്ന് വേഷഭൂഷാദി അലങ്കോലമൊക്കെ കെട്ടി നടക്കുന്നു. കുറേ പേര് തൊപ്പി വെച്ച് നടക്കുന്നു, കുറേ പേര് വടി പിടിച്ച് നടക്കുന്നു, കുറേ പേര് വലിയ വലിയ കുരിശും നീട്ടി നടത്തിയിരിക്കുന്നു, കുറേ പേര് താടി നീട്ടി നടത്തിയിരിക്കുന്നു, കുറേ പേര് മുടി നീട്ടി നടത്തിയിരിക്കുന്നു. ഇതൊന്നും ദൈവികമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇത് മനുഷ്യൻ സ്വയം അവൻ്റെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഞാൻ വലിയൊരാളാണ്, ഞാനൊരു പുരോഹിതനാണ്, ഞാനൊരു നേതാവാണ് എന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയിരിക്കുന്ന കുറേ വേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതും ദൈവികമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതാണതിൻ്റെ സത്യം. അത് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവണം. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം അതുകൊണ്ട് പെന്തക്കോസ്റ്റൽ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസമാണ്. ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച അതേ ഉപദേശത്തിൽ നിൽക്കണമെന്ന്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നക്കാരുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്, ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചുമ്മാ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ടിസൺ ബ്രദറിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ കെട്ടൊക്കെ പൊട്ടിച്ച് പുറത്ത് വരണം. ഒരു ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ശിക്ഷാവിധി ഉണ്ടെന്നും സത്യത്തെ അറിഞ്ഞവർ ആ സത്യത്തിൽ നിലനിൽക്കുന്നില്ല, ആ നിലനിൽക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടോ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ ആശയം കൃത്യമാണ്, ഞാനത് പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഷിബു പീഡിക്കലിനെ പോലെയുള്ള ആളുകളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അർഹതപ്പെട്ട പരിഗണന കൊടുക്കാതെ പുറത്തു പോയത് അത് പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ഒരു നഷ്ടം തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്യാനറിയാം. അങ്ങനെ ഒരു വ്യക്തി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ എൻ്റെ അവസരം കുറയും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. പല കൺവെൻഷൻ പ്രസംഗക്കാരുടെ അവസരം കുറയുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഒരുത്തൻ ഈ ഫീൽഡിൽ നിന്നൊന്ന് ഔട്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കൊട്ടയിൽ ചാടിയ ഒരു മീൻ, ആ മീനെ കളഞ്ഞിട്ട് അടുത്തൊരു മീനെ ചൂണ്ടയിട്ട് പിടിക്കാമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണെന്നാണ് ഞാനീ പറഞ്ഞത്. ഒരു മീനെ കിട്ടി, ആ മീനെ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ മീൻ പൊക്കോട്ടെ, നമുക്ക് അടുത്തത് വലുത് വരും, വലുതിനെ പിടിക്കാമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരാളെ കിട്ടിയാൽ, ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പഠിച്ച് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഒരു കൺവീനർ ഒരു അച്ഛനുണ്ട്, ഭയങ്കര ബുദ്ധിമാനാണ്. ഇദ്ദേഹം പറഞ്ഞൊരാശയമുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചു. നിങ്ങളൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ 10 കുടുംബങ്ങളെ ഉള്ളെങ്കിലും 11ാമത്തെ ഒരു കുടുംബത്തെ നേടിയില്ലെങ്കിൽ പോലും ഈ 10 പേരുള്ളതിനെ 9 ആകാതെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് കറക്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? പള്ളിയിലുള്ള 10 കുടുംബത്തിൽ 5 കുടുംബം അതിനെ ഓടിച്ചു വിട്ടിട്ട് ഒരു കുടുംബത്തെ നേടുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഉള്ളതിനെ നിലനിർത്താൻ ആവശ്യമായ പോഷക ആഹാരങ്ങൾ കൊടുത്ത്, ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് ഒരു പാസ്റ്ററുടെ, ഒരു ശുശ്രൂഷകൻ്റെ, ഒരു സുവിശേഷകൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. എന്നോർത്തുകൊണ്ട് മറ്റൊരാളെ എന്നോട് സുവിശേഷം പറയരുതെന്നല്ല പറഞ്ഞത്, മറ്റൊരാളുകളോട് സുവിശേഷം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഈ കൂട്ടത്തിലുള്ള ആളിനെ നമ്മൾ ഒഴിവാക്കരുത്, അവനെ നിലനിർത്തണം എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷിബു പീഡിക്കലായാലും കൊള്ളാം, മറ്റുള്ള പല ആളുകളായാലും കൊള്ളാം, അവരെയൊക്കെ ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ ഔട്ടാക്കി കളയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ടിസൺ ബ്രദറെ, എനിക്ക് ഈ ഷിബു പീഡിക്കൽ ബ്രദറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തുകാരനായിരിക്കും, അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഷിബു പീഡിക്കൽ അല്ല, ടിസൺ ബ്രദർ അല്ല, ഇനി എത്ര വലിയ മഹാൻ വന്നാലും എൻ്റെ ഉപദേശത്തിനോ എൻ്റെ ചിന്താഗതികൾക്കോ മാറ്റമുണ്ടാകുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.